ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ബാംഗ്ലൂരാണ്. പുതിയ കിയ സെൽറ്റോസ് ഓടിക്കാൻ വേണ്ടി വന്നേക്കാണ്. സെക്കൻഡ് ജനറേഷൻ സെൽറ്റോസ്. ഈ വർഷത്തെ ലാസ്റ്റ് മീഡിയ ഡ്രൈവ് ഇവൻ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെക്റ്റിക് മന്ത് ആയിരുന്നു. കുറേയധികം വണ്ടികൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കുറേയൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഐ ഹവ് ബീൻ റണ്ണിങ് ഫ്രം ഇവൻറ്റ് ടു ഇവൻറ്റ്, പ്രാക്ടിക്കലി ലിവിങ് ഔട്ട് ഓഫ് മൈ സ്യൂട്ട് കേസ്. ഇപ്പോൾ ഒരു റെസ്റ്റ് വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആദ്യം തന്നെ പറയുന്നു. നമ്മൾ ഈ ഓടിക്കുന്ന വണ്ടിയും ഇറ്റ് ഓൾസോ ഫീൽസ് ലൈക്ക് ക്രിസ്മസ്. നിങ്ങൾക്ക് എൻ്റെ ലുക്സ് ചിലപ്പോൾ ആദ്യത്തിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഐ എം സ്റ്റിൽ സിറ്റിംഗ് ഓൺ ദ ഫെൻസ്. എനിക്ക് കുറേ ഡീറ്റെയിൽസ് ഒന്നും ഇഷ്ടമായിട്ടില്ല, ബട്ട് മേ ബി ഇവൻച്വലി ഐ വിൽ ലൈക്ക് ഇറ്റ്. പക്ഷേ ദ ഫീച്ചേഴ്സ് ആർ റിയലി ഗുഡ്. അതുപോലെ തന്നെ ഇതിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് ദേ ആർ മാസീവ്. നമ്മളൊരു അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ പഴയ വണ്ടിയുടെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊരു വണ്ടിയാണ് സാധാരണ പ്രതീക്ഷിക്കുക. പക്ഷേ ഇതിൽ ദേ ഹാവ് ഗോൺ ഫോർ എ ടോട്ടൽ റീവാമ്പ്. ഓൾ ന്യൂ ഷാസി വന്നിട്ടുണ്ട്, കുറേയധികം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇസ് ഓൾ ന്യൂ. അപ്പോൾ അതുകൊണ്ട് ദിസ് ഇസ് ഫാർ സുപ്പീരിയർ ടു ദ കാർ ഇറ്റ് റീപ്ലേസസ്. നമുക്ക് സ്റ്റൈലിംഗ് വെച്ച് തന്നെ തുടങ്ങാം. കുറച്ച് പോളറൈസിങ് ആണ്. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റൈലിംഗ് ആണ്. കുറച്ചും കൂടി ഒരു യങ്ങർ ജനറേഷനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ലുക്സും വെച്ചിട്ട്. ഫസ്റ്റ് ജനറേഷൻ വളരെ ന്യൂട്രൽ സ്റ്റൈലിംഗ് ആയിരുന്നു നമുക്ക് ഇറങ്ങിയ സമയത്ത് 2019. അതെല്ലാവരും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അത്ര അഡ്വഞ്ചറസ് സ്റ്റൈലിംഗ് ഒന്നുമല്ല, പക്ഷേ എന്നാലും ഇറ്റ് ഹാഡ് ഓൾ ദ റൈറ്റ് ഡീറ്റെയിൽസ്. ഇത് കുറേയും കൂടിയും അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. ഇപ്പോൾ ആ ടൈഗർ നോസ് ഗ്രില്ലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടിയും വലിയ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് ഫോം പോലെ അവർ അതിൻ്റെ ഡിജിറ്റൽ ടൈഗർ നോസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കുറേയും കൂടിയും ഒരു പിക്സലേറ്റഡ് പോലത്തെ ഒരു ഗ്രില്ലാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്ത പോലെ ഗ്രില്ലിൻ്റെ ആ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഷ്രിങ്ക് ചെയ്ത പോലെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെ GT ലൈനും ടെക് ലൈനും തമ്മിൽ കാര്യമായിട്ടുള്ള സ്റ്റൈലിംഗ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിലും ബാക്കിലും നോക്കിയാൽ അത് പ്രീവിയസ് ജനറേഷൻ്റെ ആ ഒരു ഫേസ് ലിഫ്റ്റിലും ഉണ്ടായിരുന്നു. ആ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറിഷ് ഒരു ഡി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാനലില്ല. ആ പാനൽസ് ആക്ച്വലി ടെക് ലൈനിന് വരുന്നില്ല. അതിന് പകരം ടെക് ലൈനിൽ നമുക്ക് ഒരു സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഒരു ഡിസൈനാണ് ക്ലാവിസിലൊക്കെ കണ്ട പോലെ. സോ ദാറ്റ് ഈസ് ആൻ ഈസി വേ ടു ടെൽ ഒരു ടെക് ലൈനാണോ GT ലൈനാണോ എന്നുള്ളത്. അതേപോലെ തന്നെ വീൽസ് ഡിഫറൻ്റ് ആണ്. ഇതിൽ നമുക്ക് 18 ഇഞ്ച് വീൽസ് വരുന്നുണ്ട്. മറ്റേതിൽ മാക്സിമം 17 ഇഞ്ചേ വരുന്നുള്ളൂ. ആ 17 ഇഞ്ചിൽ തന്നെ ഒരു 3 സ്പോക്കിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു പാറ്റേൺ ആണ്. വേറെ ഇത് കുറച്ചും കൂടി ഒരു 4 സ്പോക്കിൻ്റെ ഒരു സ്ക്വയർ പോലത്തെ ഒരു പാറ്റേൺ ആണ്. ബ്ലാക്ക് ആൻഡ് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. 18 ഇഞ്ച് തന്നെ നമുക്ക് ഇതിൽ സൈസ് പോകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കാരണം ബോഡിയൊക്കെ അത്രയും വലുതായിട്ടുണ്ട്, വീലാർച്ചൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലൈറ്റ്സും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈനിൻ്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഇല്യൂമിനേറ്റഡ് ആണ്. ഒരെണ്ണം ലോ ബീമും ഒരെണ്ണം ഹൈ ബീമും ആണ്. ടെക് ലൈനിൽ അത് രണ്ടും കൂടിയും ഒറ്റ യൂണിറ്റ് പോലെ കുറച്ചും കൂടി വലിയൊരു ലൈറ്റിംഗ് എലമെൻ്റ് ആണ്. ഇതിൻ്റെ സൈഡിലുള്ള DRLും അതുപോലെ തന്നെ ഈ ഹെഡ് ലാമ്പിൻ്റെ ചുറ്റുമുള്ള DRLs 3 ലൈൻസൊക്കെ ഉള്ളതൊക്കെ ഒരു സീക്വൻഷ്യൽ രീതിയിലാണ് ലൈറ്റപ്പ് ചെയ്യുക. സൈഡിലേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു EV9 കണ്ട പോലത്തെ ഒരു സ്റ്റൈലിംഗ് ആണ്. വീലാർച്ചസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് സ്ക്വയർ ഓഫ് ചെയ്ത പോലത്തെ ആ ഒരു ഡിസൈനാണ്. ഷോൾഡർ ലൈൻ ആക്ച്വലി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്നതോറും കുറച്ചൊന്ന് ടേപ്പർ ചെയ്ത് മുകളിലോട്ട് പോകുന്ന പോലത്തെ ആ ഒരു ഡിസൈനാണ്. നമ്മുടെ പഴയ സെൽറ്റോസിൻ്റെ ഔട്ട്ലൈനായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ എന്നാലും ഇപ്പോൾ EV9 കണ്ട പോലത്തെ ആ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രേ കളറിലുള്ള ഒരു ട്രിമ്മും കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഒരു ട്രിം പീസ് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്, ആ ഒരു കിയ സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ തൊട്ട് കണ്ട ആ ഒരു സിമിലർ ലൈറ്റിംഗ് എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫുൾ വിഡ്ത്ത് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. അതിൽ നടുക്ക് ഒരു ഇത്തിരി ഭാഗത്ത് മാത്രമേ ഒരു ഡിസ്കണക്റ്റ് ഉള്ളൂ. ബാക്കി ഭാഗം ഫുൾ കംപ്ലീറ്റഡ് ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് പോലെ തന്നെയാണ്. കിയ അവരുടെ സെൽറ്റോസിൻ്റെ ക്യാമ്പയിനെ ബാഡാസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതിപ്പോൾ ബാഡാസ് ഫോർ എവർ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ വണ്ടി എന്നും ബാഡാസ് ആണെന്നാണ് അവർ പറയുന്നത്. ബ്രേക്ക് കാലിപ്പേഴ്സിനൊക്കെ ഒരു നിയോൺ കളറാണ് കൊടുത്തതാണ്. പോർഷെ അവരുടെ ഹൈബ്രിഡ് വണ്ടിയിലൊക്കെ കൊടുക്കണ പോലെ. കിയ ഓൾറെഡി അവരുടെ EV6 GTയിലൊക്കെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു സെയിം കളർ തീമാണ് ഇപ്പോൾ ഇതിന് വന്നേക്കുന്നത്. കുറച്ച് ആ ഒരു യങ്ങർ ഓഡിയൻസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള പോലത്തെ ഒരു സ്റ്റൈലിംഗ് എലമെൻ്റ് ആണ്. പിന്നെ എത്ര കാലം എന്ന് പറഞ്ഞിട്ട് ഈ റെഡൊക്കെ തന്നെ അടിച്ച് ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് ദേ ഹാവ് ഗോൺ ഫോർ എ ഡിഫറെൻറ്റ് കളർ. അത്രയ്ക്ക് അങ്ങനെ നോട്ടീസ് ചെയ്യില്ല അലോയ് വീലിൻ്റെ ഡിസൈൻ കാരണം. ചിലപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ഒരു ഇത്തിരിയൊക്കെ കാണുള്ളൂ. പക്ഷേ ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. അപ്പോൾ ഈ പുതിയ സെൽറ്റോസ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ K3 പ്ലാറ്റ്ഫോം. അതാണ് ഏറ്റവും വലിയൊരു ചേഞ്ച് വന്നേക്കുന്നത്. K3 എന്ന് പറയുന്നത് നമ്മുടെ എലാൻട്ര പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ പുതിയ കറണ്ട് വേർണ യൂസ് ചെയ്യുന്നത് ആ K3 പ്ലാറ്റ്ഫോമാണ്. കിയയ്ക്ക് ഓൾറെഡി പുറത്ത് K3 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് K3 പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അവർ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാർ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇതിൻ്റെ എംഫസൈസ് മുഴുവൻ അതിൻ്റെ ലെങ്ത്തിലും വീൽ ബേസിലുമാണ്. സോ ദിസ് ഇസ് മച്ച് ലോങ്ങർ ദാൻ ബിഫോർ. 95 mm ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. 4460 mm ആണ് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്. ആ 95 mm 80 mm വീൽ ബേസിലാണ് കൂടിയേക്കുന്നത്. സോ 2690 mm ആണ് ഇപ്പോൾ ഇതിൻ്റെ വീൽ ബേസ്. വിട്ടും കുറച്ച് കൂടിയിട്ടുണ്ട്. 30 mm വിട്ട് കൂടിയിട്ടുണ്ട്. സോ 1830 mm ഉണ്ട് ഇപ്പോൾ വിട്ട്. ഈ ഒരു ലെങ്ത്തും വിട്ടും ഇതൊക്കെ കൂടുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ആ ഒരു ക്രോസ് ഓവർ ഷേപ്പിൽ നിന്ന് കുറച്ചും കൂടിയും പരന്നിട്ട് ഒരു എസ്റ്റേറ്റ് കാർ പോലെ ആയിട്ട് നമുക്ക് തോന്നും. അത് ഈ ഒരു വണ്ടിയിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഹൈറ്റ് ആക്ച്വലി കുറവാണ്, 10 mm കുറവുണ്ട്. 10 mm വിട്ടൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ ഇറ്റ് ലുക്സ് എ ലിറ്റിൽ ലോങ്ങർ ആൻഡ് വൈഡർ. അപ്പോൾ അതായത് നമുക്ക് കുറച്ചും കൂടി ലോവർ ടു ദ ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് തോന്നും.
ഇതിൽ ചെയ്തേക്കുന്നത് ആ ഫ്രണ്ടിലത്തെ സ്ട്രട്സിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 60 mm ആ ഒരു നക്കിള് സ്ട്രട്ടായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നത് നൗ ഇറ്റ്സ് അറൗണ്ട് 80 mm, 20 mm അവിടെ തന്നെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും 10 mm കൂടുതലാണ് പഴയ സെൽറ്റോസ് വെച്ച് നോക്കുമ്പോൾ. ദിസ് ഈസ് 200 mm, മറ്റേത് 190 mm ആയിരുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വെയിറ്റും കൂടിയിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് 100 kilos ഹെവിയർ ദാൻ ബിഫോർ. മോഡൽ സെമ്മിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം ഫീച്ചേഴ്സിൻ്റെ അഡീഷൻ കാരണമൊക്കെ, പക്ഷേ റഫ്ലി ഒരു 100 kilosൻ്റെ അടുത്ത് ഹെവിയർ ആണ്. ആൻഡ് ഇതൊരു കോസ്റ്റ് സേവിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയുള്ള പ്ലാറ്റ്ഫോം അല്ല. ദിസ് ഈസ് മെൻ ഫോർ ബിഗർ ബെറ്റർ ഇൻ്റർനാഷണൽ കാർസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും നമുക്ക് വിചാരിക്കാം. ഡയമെൻഷൻസിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എയറോഡൈനാമിക്സും ബെറ്റർ ആയിട്ടുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കുറഞ്ഞിട്ടുണ്ട്. ഇറ്റ് യൂസ് ടു ബി 0.34, അതിപ്പോൾ 0.31 ആയിട്ടുണ്ട്. സോ 0.03 യൂണിറ്റ്സ് ബെറ്റർ ആയിട്ടുണ്ട്. വിച്ച് ഈസ് ഡൗൺ ടു ദ വേരിയസ് എയറോ ബിറ്റ്സ് ദാറ്റ് ആർ അണ്ടർ ദ കാർ. നമ്മൾ കാണാത്തടുത്തായിട്ട് കുറേ സാധനങ്ങളുണ്ട്. അണ്ടർ ബോഡി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. അതുപോലെ ഫ്രണ്ടിൽ വീലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് വീൽ സ്പ്ലാറ്റ്സും അതുപോലെ വീല് കഴിഞ്ഞിട്ട് ചെറിയ വിൻഡ് ഡിഫ്ലക്ടറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഡിസൈനും അവർ വണ്ടിയുടെ എഞ്ചിൻ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഡീസലാണെങ്കിൽ കൂടുതൽ കൂളിംഗ് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ കൂടി ഓപ്പണിംഗ് ഉള്ള ഗ്രില്ലാണ് കൊടുത്തത്. മറ്റേ കുറച്ചും കൂടി ക്ലോസ്ഡ് ഓഫ് ആണ്. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ്, പക്ഷേ ദർ ആർ സർട്ടൻ ഡിഫറൻസസ്. എയറോഡൈനാമിക്സിൻ്റെ പോലെ തന്നെ വേറൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണുന്നത് സേഫ്റ്റിയിലാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കുറച്ചും കൂടി സേഫറായിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. K1 K2 സ്ട്രോങ്ങർ ആണ്. അതുകൂടാണ്ട് കൂടുതൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി ലോഡ് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. കുറേ കൂടി ഹോട്ട് സ്റ്റാമ്പിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ബെറ്റർ ഫോർ ക്രാഷ് സേഫ്റ്റി. കുറേ കൂടിയും ബെറ്റർ സ്കോർ കിട്ടും. ഓൾറെഡി വരുന്നൊക്കെ 5 സ്റ്റാർ മേടിച്ച വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഗ്ലോബൽ NCAP-ൻ്റെ ആ ഒരു റേറ്റിംഗോടുകൂടിയായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ സെല്ല് ചെയ്യുക. കമ്മിങ് ഇൻസൈഡ് ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ സിറോസിൽ ആദ്യം കണ്ട അതിന് മുമ്പ് EV9 ഉണ്ടായിരുന്നു, ബട്ട് ആ ഒരു സ്റ്റൈലിംഗ്, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ തീമൊക്കെ ഇതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ലുക്സ് എ ലിറ്റിൽ ബിറ്റ് മോർ മോഡേൺ, കുറേ കൂടിയും സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവന്ന പോലത്തെ ഒരു ഡിസൈനാണ്. സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു ഡിസൈനാണ്. ഒരു D ഷേപ്പാണ്, ഡ്യുവൽ ടോൺ ആണ്. സെൻറ്റർ ബോസ് ഒക്കെ ഒരു സീറ്റായിട്ട് മാച്ച് ചെയ്യുന്ന പോലത്തെ ആ ഒരു ഓഫ് വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് പാർട്ടിലും ചെറിയൊരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഓൾ ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു കളറാണ്. ഇതിൽ ഈ താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡും വേറെ ബട്ടൺസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് പൊസിഷൻ ഈസ് റിയലി ഗുഡ്. നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഗുഡ് വിസിബിലിറ്റി, വലിയ മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ വിസിബിലിറ്റിയും വലിയ കുഴപ്പമില്ല. ആൻഡ് ദെൻ യു ഗെറ്റ് ഓൾ ദീസ് 360-degree ക്യാമറ, അതുപോലെ തന്നെ സെൻസേഴ്സ് ഉണ്ട് ചുറ്റും. ഫ്രണ്ടിലത്തെ 2 പാർക്കിംഗ് സെൻസർ സൈഡിലായിട്ടാണ് ബമ്പറിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ സൈഡിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റക്ഷനൊക്കെ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. നമുക്കിവിടെ ഒരു ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കിട്ടുന്നുണ്ട്. കിയ അവരുടെ ട്രിനിറ്റി ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. 12.3 ഇഞ്ച് സ്ക്രീനുകൾ 2 അതിൻ്റെ നടുക്കൊരു 5 ഇഞ്ച് ചെറിയൊരു സ്ക്രീനാണ്. ഇത് ക്ലൈമറ്റ് കൺട്രോളിന് വേണ്ടി മാത്രമുള്ള സ്ക്രീനുകളും മറ്റേത് ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അവിടെ ഇൻഫോർടൈൻമെൻ്റ് ആണ്. ഈ UI ഒക്കെ നമ്മൾ വേറെ വണ്ടികളിലൊക്കെ കിയയുടെ കണ്ടിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് തീമിലൊക്കെ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഒരു കൊഹീസീവ് ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ തീമൊക്കെ ആയിട്ട് ജെൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഗ്രാഫിക്സും ഡിസൈൻ ചെയ്തേക്കണം. അപ്പോൾ ഉണ്ട് ആ സ്ക്രീനിൻ്റെ ടാക്കോമീറ്ററും സ്പീഡോമീറ്ററിൻ്റെ ഒക്കെ ഭാഗമൊക്കെ ഏകദേശം അതേപോലെ തന്നെ പാറ്റേൺ ആണ്. ഇതിൻ്റെ മെനു ഒക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഹോം സ്ക്രീനിൽ വേണ്ട ഐക്കൺസ് ഒക്കെ ആഡ് ചെയ്യാം. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു കാരിയർ മോഡ് ഉണ്ട്. കാരിയർ മോഡ് നമുക്ക് ബാക്കിൽ സൈക്കിളൊക്കെ വെക്കണമെങ്കിൽ ആഡ് സിസ്റ്റംസും സെൻസേഴ്സൊക്കെ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതൊരു ഷോർട്ട് കട്ട് മോഡാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ക്രീൻ വേണേൽ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പിള്ളേർക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഫംഗ്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ. നമുക്ക് യൂഷ്വൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനത്തെ സാധനങ്ങളും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. 8 സ്പീക്കറാണ്. അവിടെ ഒരു സെൻറ്റർ ചാനലും ബാക്കിലൊരു സബ് വൂഫറും ഉണ്ട്. ബാക്കിയൊക്കെ സ്പീക്കേഴ്സൊക്കെ ഡോറിലാണ്. സൗണ്ട്സ് പ്രറ്റി ഡീസൻറ്റ്. നമ്മൾ മുന്നത്തെ സെൽറ്റോസിലും പറഞ്ഞ പോലെ തന്നെ ആ സെയിം സിസ്റ്റമൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. സ്ക്രീനിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഓഡിയോ സിസ്റ്റംസിൻ്റെ ഒരു അറേ ഓഫ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ടൊരു വോളിയം കൺട്രോൾ നോബ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ടോഗിൾ ബട്ടൺസ് AC-ക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ 3 USB-C പോർട്ട്സ് ഉണ്ട്. സോ യു ക്യാൻ ടെൽ ഇറ്റ്സ് എ ന്യൂ കാർ. USB-C യൂസ് ചെയ്യണ വെച്ചിട്ട് ഇപ്പോഴും പല വണ്ടികളിലും ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിൽ യൂസ് ദാറ്റ് USB-A കേബിൾ. അപ്പോൾ അത് എപ്പോഴും കുറച്ച് ഡേറ്റഡ് ആണ്. വേറെ സീറോ വണ്ടിയിൽ അവരതിലേക്ക് മാറിയിട്ടുണ്ട്. താഴെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് സ്പേഷ്യസ് ആണ്. സോ യു ക്യാൻ പുട്ട് അതർ തിങ്സ് ഓൾസോ. അതിൻ്റെ ബാക്കിയുള്ള സെൻറ്റർ കൺസോളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ട്രിം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ നമുക്ക് ഗിയർ സെലക്ടർ വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡിൻ്റെ ഫംഗ്ഷൻ, പാർക്കിംഗ് സെൻസറിൻ്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ക്യാമറയുടെ ആക്ടിവേഷൻ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇതുമ്പോൾ തന്നെയാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സും അതിനൊരു സ്ലൈഡിങ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്റ്റോറേജ് ഉണ്ട്. ഗ്ലൗ ബോക്സ് അതുപോലെ തന്നെ ഡോർ പോക്കറ്റ്സ് ഒക്കെ റീസണബിൾ സൈസാണ്. സോ യു ഹാവ് പ്ലെൻറ്റി ഓഫ് സ്റ്റോറേജ് വിത്തിൻ ദിസ് കാർ. ഓവറോൾ ക്യാബിൻ്റെ ആ ഒരു പ്രീമിയം ഫീലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടും. നമുക്ക് എന്നും കിയയിൽ നല്ലൊരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അതാണ്. ഇൻറ്റീരിയേഴ്സ് വേറൊരു ക്ലാസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അവർ വേറെവരൊക്കെ കോസ്റ്റ് സേവിങ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ യു ഡോണ്ട് സീ ദാറ്റ് എനിവെയർ ഇൻ ദ കാർ. നമുക്ക്
പെട്ടെന്നുള്ള ടച്ച് സർഫസുകളൊക്കെ വളരെ നല്ല ക്വാളിറ്റിയാണ്. ആ ഒരു കാര്യം ഈ ഒരു വണ്ടിയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പ്ലാസ്റ്റിക്കി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പർ പാർട്ടൊക്കെ, പക്ഷേ ദീസ് ആർ നൈസ് പ്ലാസ്റ്റിക്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക്സ് അല്ല കുഴപ്പം, നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയാണ് ഇപ്പോഴും കുഴപ്പം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സീറ്റ്സിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയംനെസ് ഉണ്ട്. ഈ ഒരു ഭാഗം ഫുൾ പെർഫറേറ്റഡ് ലെതറാണ് വരുന്നത്, അപ്പർ പാർട്ടും പെർഫറേറ്റഡ് ആണ്. അതുപോലെ തന്നെ GT ലൈൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. മെഷ് ടൈപ്പാണ് ഈ ഒരു ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്തേക്കുന്നത്, നമ്മൾ EV9 കണ്ട പോലെ. സോ ഒരു തരത്തിൽ നല്ലതാണ്, നമുക്കൊരു ഓഫീസ് ചെയറിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. സീറ്റ്സ് 10-way അഡ്ജസ്റ്റബിൾ ആണ്, ലംബാർ സപ്പോർട്ടും ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മെമ്മറി ഫംഗ്ഷൻസ് ഡോറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് വെന്റിലേഷൻ ഉണ്ട് ഈ രണ്ട് സീറ്റിനും. സിറോസിനുള്ള പോലെ ബാക്ക് സീറ്റിന് വെന്റിലേഷൻ ഒന്നുമില്ല. അതിന് എനിക്ക് തോന്നുന്നു താഴത്തെ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. ലെഗ് റൂം, ഹെഡ് റൂം, ഷോൾഡർ റൂം ഒക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സീറ്റ്സിൻ്റെ പറയുകയാണെങ്കിൽ ഹെഡ് റൂം 14 mm ഫ്രണ്ടിൽ കൂടിയിട്ടുണ്ട്, ബാക്കിൽ 9 mm ആണ് കൂടിയേക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ റൂം 26 mm കൂടിയിട്ടുണ്ട്, നല്ല വിഡ്ത്ത് ഉണ്ട് ക്യാബിന് കൂടുതലായിട്ട്. അതുപോലെ തന്നെ 12 mm ഓളം ബാക്കിലും കൂടിയിട്ടുണ്ട് ഷോൾഡർ റൂം. ലെഗ് റൂം ആണെങ്കിൽ ബാക്കിലത്തെ റോയിൽ ഏകദേശം 17 mm ഓളം ലെഗ് റൂം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസും കൂടിയിട്ടുണ്ട്, സംതിങ് ലൈക്ക് 14 liters കൂടുതലുണ്ട്. മുന്നേ 433 liters ആയിരുന്നു മുന്നേ, ഇപ്പോൾ 447 liters ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി സ്ക്വയർ, വെൽ സ്പേസ്ഡ്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം സൈസബിൾ ആയിട്ടുള്ളൊരു ബൂട്ടാണ്. ബാക്ക് സീറ്റിൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്ക് റെസ്റ്റിൻ്റെ ആംഗിളൊക്കെ ഒരുവിധം നല്ലതാണ്. സൈഡിൽ ബ്ലൈൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട് USB പോർട്സ് ഉണ്ട്, AC വെൻസ് ഉണ്ട് ഇവിടെ താഴെ. ഡ്യുവൽ സോൺ AC വരുന്നുണ്ട്, വലിയൊരു പാനറോമിക് ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ അവരുടെ കിയ കണക്ട് ടു ആപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതായത് കുറേ കൂടി കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഒക്കെ ബെറ്റർ ആണ്. അതുപോലെ തന്നെ റിമോട്ട് ഡയഗ്നോസ്റ്റിക്സ്, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ നിന്ന് തന്നെ സോർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്ക്ഷോപ്പ് വിസിറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല ചില കേസുകളിൽ. പണ്ട് നമ്മൾ ആശാനെ വിളിച്ച് ചോദിക്കുമായിരുന്നു വർക്ക്ഷോപ്പിൽ, ആശാനെ വണ്ടിക്ക് അവിടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ വീഡിയോ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇന്നതാണ് പ്രശ്നം, ഞങ്ങൾ അവിടെ നിന്ന് റിമോട്ടിൽ ശരിയാക്കി തരാമെന്നൊക്കെ പറയും. വലിയ ടെക്നോളജിയൊക്കെയാണ്. ഈ പറയുന്നത് 500,000 5 ലക്ഷം കാറുകൾ ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ഇറക്കി എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ദിവസം സ്വിച്ച് ഇടുമ്പോൾ ഓഫായി പോകുമെന്നുള്ള ദൈവത്തിനറിയാം. എനിവേ യു ഗെറ്റ് ഓൾ ദോസ് ഫീച്ചേഴ്സ്. അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ യുവർ യൂഷ്വൽ ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ കൊളീഷൻ വാർണിംഗ്, അതുപോലെ റിയർ ക്രോസ് ട്രാഫിക് അലർട്ട്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ സെൽറ്റോസിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ മാറി കുറേ പുതിയ ടെക്നോളജിയൊക്കെ വന്നു. പക്ഷേ എഞ്ചിൻസ് എല്ലാം ക്യാരിഡ് ഓവർ ആണ്. മുന്നേ ഉണ്ടായിരുന്ന 3 എഞ്ചിൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബേസ് മോഡൽ ഒരു 1.5 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 115 bhp, 143 Nm ടോർക്കുള്ള ആ ഒരു എഞ്ചിനുണ്ട്. അതിന് നമുക്ക് 2 ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട്. IM ടീം, ഒരു IV ടീം ഉണ്ട്, അതായത് CVT ആണ് അതിൻ്റെ കൂടെ ഉള്ള ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. അതുകൂടാണ്ട് യു ഗെറ്റ് ദ ടർബോ പെട്രോൾ 1.5 ലിറ്റർ തന്നെ. 4 സിലിണ്ടർ ആണ്, GDI ആണ്. 160 bhp ആൻഡ് 253 Nm. അതിന് 6 സ്പീഡ് മാനുവൽ ഉണ്ട്. അതിൻ്റെ കൂടെ ഓപ്ഷണലായിട്ട് ഒരു 7 സ്പീഡ് DCT വരുന്നുണ്ട്. ദെൻ യു ഹാവ് ദ ഡീസൽ, അഗെയിൻ 1.5 ലിറ്റർ 4 സിലിണ്ടർ തന്നെ. U2 എന്ന് പറയുന്ന ഒരു ഫെമിലിയർ ഡീസൽ എഞ്ചിനാണ്. 115 bhp 250 Nm. അതിൻ്റെ കൂടെ മാനുവലിന് പുറമെ നമുക്കൊരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി അതാണ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. ഡീസൽസ് ഒക്കെ മരിച്ചു എന്ന് പറയുമ്പോഴും ഐ സ്റ്റിൽ പ്രിഫർ ഡീസൽസ്. കാരണം നമ്മളിപ്പോൾ വി ആർ ഡൂയിങ് അറൗണ്ട് 18 km/ലിറ്റർ ഇപ്പോൾ ഈ ഒരു ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൻഡ് ക്രൂസിങ് വെരി ലേസ്ലി. കംഫർട്ടബിൾ ആണ്. അത്ര വലിയ പെർഫോമൻസ് എഞ്ചിനൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഹാസ് ആഡിക്വേറ്റ് പെപ്പ്. നമ്മളിപ്പോൾ ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്സ് എ വൈൽ, പക്ഷേ മതി. ഇത്രയുമ്പോൾ ഒരു ഫാമിലി കാറൊക്കെ ആയിട്ട് മേടിക്കുന്ന ആൾക്കാർക്കൊക്കെ വെറുതെ സിറ്റിയിലൊക്കെ ഓടിച്ച് നടക്കാനാണെങ്കിലും വല്ലപ്പോഴും ഹൈവേ ട്രിപ്സൊക്കെ പോകാനാണെങ്കിലും ദിസ് ഇസ് എ ഗുഡ് കാർ. ഇപ്പോൾ യൂറിയ വന്നതിന് ശേഷം DPF ഇഷ്യൂസ് ഒന്നും അത്രയ്ക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ആൾക്കാർക്കും അറിയാം, കുറേ പേരൊക്കെ ഡീസൽ നല്ല ഓട്ടോ ഉള്ളവർ മാത്രമാണ് ഇപ്പോൾ മേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏർലി കാഴ്ചയിലൊക്കെ ഒരു BS6 വന്ന സമയത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്ന അത്രയൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഡീസൽ എമിഷൻ ഫ്ലൂയിഡ് നമുക്ക് ഇടയ്ക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. ഇതിലൊരു ലെവൽ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ട്. മിഡ് റേഞ്ച് ടോർക്ക് വലിയ പ്രശ്നമില്ല. ഈ ഒരു എഞ്ചിന് നമുക്കിപ്പോൾ ഒരു പാസിംഗ് ആക്സിലറേഷനൊക്കെ വേണം എന്നുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഗിയർ ബോക്സ് ഒരു ഇത്തിരി ഒരു ഡള്ളാണ്. ചില സമയത്ത് നമ്മൾ ആ ഒരു ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഗിയർ മാറാനായിട്ട് അതിനൊരു കുറച്ചും കൂടി ലേസിലി മാറണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പിന്നെ പതുക്കെ ഗിയർ മാറുള്ളൂ. ബട്ട് യു ക്യാൻ യൂസ് ദ പാഡിൽസ് ആൻഡ് ഐ ഓൾവേസ് പ്രിഫർ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്സ്. കാരണം റിലയബിൾ ആണ്. ആൻഡ് ആ ഒരു ലോ ആൻഡ് ടോർക്കൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും പലപ്പോഴും സ്ലോപ്സിലും എടുത്തു പോണ ആ ഒരു സമയത്തൊക്കെ. ആൻഡ് റിഫൈൻമെൻറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ എഞ്ചിൻ ഈസ് അറൗണ്ട് 1500 RPM ആൻഡ് വലിയ നോയ്സി ഒന്നുമല്ല. ഫുൾ ഫ്ലാറ്റ് ഔട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രം ക്ലാറ്റർ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നും. ബട്ട് അതർവൈസ് ഇറ്റ്സ് റിയലി ഫൈൻ. നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ ഒന്ന് നോക്കാം. 40, 50, 60, 70, 80, 90, 100. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പണ്ടത്തെ ഒന്നും ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ പെർഫോമൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. BS6 കഴിഞ്ഞതിന് ശേഷം ഇക്കോണമിയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
വേറൊരു ഡിഫറൻസ് കൊണ്ടുവന്നേക്കുന്നത് ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് മോട്ടറാണ്. DC മോട്ടർ ആയിരുന്നത് മാറിയിട്ട് ഇപ്പോൾ ഒരു BLAC മോട്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രഷ്ലെസ് AC മോട്ടർ ആക്കിയിട്ടുണ്ട്, വിച്ച് ഈസ് ബിറ്റ് മോർ ടോർക്കി. പണ്ടത്തേനേലും ടോർക്ക് ഉണ്ട്, 79 Nm ടോർക്ക് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സ്റ്റിയറിംഗ് ഫീൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് ബാഡ്. നമുക്ക് ആവശ്യത്തിനുള്ള ആക്യുറസി ഉണ്ട്, ക്വിക്കായിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ ഇറ്റ് ഡസ് ദ ജോബ്. ലൈൻ ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല. വലിയ ഒരു ഷാർപ്പായിട്ടുള്ളൊരു ഔട്ട് റൈറ്റ് ഹാൻഡ്ലിംഗ് വണ്ടിയൊന്നുമല്ല, പക്ഷേ ഇറ്റ്സ് ഡൈനമിക്കലി സോർട്ടഡ്. നമുക്ക് ഒരുവിധം ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റും. ബ്രേക്സ് ആർ സ്ലൈറ്റ്ലി ബെറ്റർ. കഴിഞ്ഞ വേർഷനിലും കുറച്ചും കൂടിയും സ്റ്റോപ്പിംഗ് പവർ കൂട്ടിയിട്ടുണ്ട്. ടയേഴ്സ് ഒരുവിധം ഗ്രിപ്പിയാണ്. ഇതിന് 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. 215, 55, 18 ആണ് ഇതിൻ്റെ ടയർ സൈസ്. സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ വളരെ നല്ലതാണ്. ഇൻഫാക്ട് പഴയ സെൽറ്റോസിനേലും കുറേ കൂടിയും ബെറ്ററാണ്. ഹയർ സ്പീഡ്സിലൊക്കെ കുറേ കൂടിയും പ്ലാന്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നേക്കുന്നത് റൈഡ് ക്വാളിറ്റിയിലാണ്. പ്രീവിയസ് സെൽറ്റോസ് കുറച്ച് സ്റ്റിഫായിരുന്നു, എസ്പെഷ്യലി ആ ഒരു 18 ഇഞ്ച് വീൽസ് ഉള്ള വേർഷനൊക്കെ. ഇതിപ്പോൾ ഒരുവിധം കോംപ്ലൈൻ്റ് ആണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊക്കെ നമുക്ക് ഹംസും പൊട്ടോൾസൊക്കെ റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ച് ബാഡ് റോഡ്സിലൊക്കെ നേരത്തെ പോയി നോക്കി. പഴയ വണ്ടി കുറച്ച് ക്രാഷ് ആയിട്ട് നമുക്ക് ആ ഒരു ഫേംനെസ് തോന്നിയിരുന്നതൊക്കെ ഇതിൽ ഓൾമോസ്റ്റ് അയൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് റൈഡിങ് കാർ ഇൻ സെഗ്മെൻറ്റ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. നമ്മൾ ആ ഒരു മുന്നേ ക്ലിയർ ഡിമാർക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ റൈഡ് ക്വാളിറ്റി വേണമെങ്കിൽ ക്രെറ്റ മേടിക്കുക, കുറച്ചും കൂടി ഡ്രൈവിംഗ് ഫോക്കസ് വേണമെങ്കിൽ സെൽറ്റോസ് മേടിക്കുക. ഓഫ് ദ 2 കൊറിയൻ കാഴ്സ് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ആ ഒരു പ്രശ്നം അവർ ഓൾമോസ്റ്റ് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 17 ഇഞ്ചും 16 ഇഞ്ചും വീൽസൊക്കെ വരുന്ന വേർഷൻ ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഈ ഒരു ഹമ്പൊക്കെ നമ്മൾ സ്പീഡിൽ എടുക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ്. ഇതിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റഡ് മോഡൽ വരുന്നുണ്ടെന്നാണ് ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ ഇറങ്ങുന്നുള്ളൂ, പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് വരും. ഹെഡ്-അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിലൊരു എയർ പ്യൂരിഫയർ ഉണ്ടാവും. അതുപോലെ തന്നെ അഡാസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെ ട്രിമ്മിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടൊരു വേർഷനും കൂടി വരുന്നുണ്ട്. മേ ബി ഒരു 5-6 മന്ത്സിനുള്ളിൽ ലോഞ്ച് ചെയ്യും. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സോ ഓൾ ഇൻ ഓൾ എല്ലാം കൊണ്ടും കഴിഞ്ഞ ജനറേഷനായാലും ബെറ്ററാണ്. സ്റ്റൈലിംഗ് മാത്രമാണ് കുറച്ച് പോളറൈസിംഗ് ആയിട്ടുള്ളത്. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല എന്ന് പറയുന്ന പോലെ. നിങ്ങൾക്ക് ഈ വണ്ടിയുടെ സ്റ്റൈലിംഗ് ഇഷ്ടമായോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇഷ്ടമായോ, നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ വുഡ് യു കൺസിഡർ ദിസ് ഓർ ദ സിയറ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയാണോ നിങ്ങൾ നോക്കുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.